സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിലേക്കുള്ള പ്രധാന വരുമാന മാർഗമാണ് ലോട്ടറി. ഒരു വർഷം 7000 കോടിയോളം നികുതി വരുമാനം സംസ്ഥാന സർക്കാരിന് നൽകുന്ന ലോട്ടറിയുടെ വിൽപ്പന 10 കോടിയോളം കുറഞ്ഞെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ലോട്ടറി വകുപ്പിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാവുന്ന ചില സംഭവ വികാസങ്ങളാണ് നിലവിൽ സംസ്ഥാനത്ത് നടക്കുന്നത്. ജീവകാരുണ്യ പ്രവർത്തകനെന്നും സാമൂഹ്യ പ്രവർത്തകനെന്നുമൊക്കെ അറിയപ്പെടുന്ന ബോബി ചെമ്മണ്ണൂർ എന്ന ബോച്ചയുടെ പുതിയ ലോട്ടറി സംരംഭമാണ് നിലവിൽ സംസ്ഥാന സർക്കാരിന്റെ ലോട്ടറി വിപണിയുടെ വയറ്റ് തടിച്ചിരിക്കുന്നത്. ബോച്ചെ ലോട്ടറി എന്ന പേരിൽ ആരംഭിച്ചിരിക്കുന്ന ലോട്ടറി വിൽപ്പന നിയമത്തിന്റെ പിൻബലമില്ലാതെയാണ് എന്ന് പ്രത്യേകം എടുത്തു പറയേണ്ടല്ലോ. കേരള ഭാഗ്യക്കുറി സർക്കാർ നടത്തുന്നത് കൊണ്ട് തന്നെ മറ്റൊരു വ്യക്തിക്കും ലോട്ടറി തുടങ്ങാൻ അനുമതിയില്ല. എന്നാൽ ഏതെങ്കിലും ഒരു ഉൽപ്പന്നം വിൽക്കുന്നതിനോടൊപ്പം സമ്മാന കൂപ്പൺ കൊടുക്കാനും ആ സമ്മാന കൂപ്പൺ നറുക്കിട്ട് സമ്മാനം കൊടുക്കാനും നിയമ തടസ്സമില്ല. ആ നിയമസാധ്യത ഉപയോഗിച്ചാണ് ബോബി ചെമ്മണ്ണൂർ 34 കോടിയുടെ ചാരിറ്റിയുടെ മറവിൽ ബോച്ചെ ടീ എന്ന പുതിയ തന്ത്രവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ബോബി ചെമ്മണ്ണൂരിന്റെ ഇതുവരെയുള്ള സാമ്പത്തിക തട്ടിപ്പിന്റെ ഏറ്റവും പുതിയതും ഭയാനകവുമായ വെർഷൻ. 40 രൂപയുടെ ഒരു പാക്കറ്റ് തേയില വാങ്ങുമ്പോൾ തേയില ആയിരിക്കണമല്ലോ പരസ്യത്തിലെ താരം. പകരം നറുക്കെടുപ്പിനാണ് പരസ്യത്തിൽ പ്രാധാന്യം നൽകുന്നത്. സത്യത്തിൽ നറുക്കെടുപ്പിനെ കുറിച്ച് പരസ്യം ചെയ്യാൻ തേയില മറയാക്കുന്നത് പോലെ പത്രത്തിൽ ഉൾപ്പെടെ പരസ്യം നൽകുന്ന ഈ ബോച്ചെ ലോട്ടറിയിൽ ഒരു ദിവസം 10 ലക്ഷം രൂപയുടെ ഒരു സമ്മാനവും മറ്റു സമ്മാനങ്ങളുമാണ് നൽകുന്നത്. ബോബിയുടെ മറ്റെല്ലാ സംരംഭങ്ങളോടൊപ്പവും ബോച്ചെ ലോട്ടറി നൽകുന്നുണ്ട്. ബോച്ചെ ടീ നടപ്പാക്കുന്നതിന് വേണ്ടിയായിരുന്നു മനുഷ്യസ്നേഹിയുടെ കുപ്പായമണിഞ്ഞു 1 കോടി മുടക്കി അദ്ദേഹം യാതനായാത്ര നടത്തിയത്. സൗദിയിൽ തടവിൽ കഴിയുന്ന മലയാളി റഹീമിനെ പുറത്തിറക്കാൻ ലോക മലയാളികൾ കൈകോർത്തപ്പോൾ 1 കോടി നൽകാൻ തയ്യാറായി ബോച്ചെ എത്തിയിരുന്നു. എന്നാൽ മലയാളികൾ ചേർന്ന് നൽകിയ 34 കോടി താൻ നൽകിയെന്ന വ്യാജേന ബോച്ചെ രംഗത്തെത്തി. ഇത് ടിവിയുടെ പ്രൊമോഷനായി എടുത്തു. ഓൺലൈനിലും ബോച്ചെ ലോട്ടറി വിൽപ്പന നടക്കുന്നുണ്ട്. ഓൺലൈനിൽ ലോഗിൻ ചെയ്യുന്നത് ബോച്ചെ ടീക്ക് വേണ്ടിയാണെങ്കിലും അതിന്റെ ലഭ്യത ഉപഭോക്താക്കൾക്കുണ്ടോ എന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. സംസ്ഥാനത്തിന്റെ അങ്ങോളം ഇങ്ങോളം നടക്കുന്ന ബോച്ചെ ലോട്ടറി ഓൺലൈൻ ലോട്ടറി ആക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. എന്നാൽ സംസ്ഥാന സർക്കാരിന് ഇതിനെതിരെ ഉടനടി ഒരു നടപടിയെടുക്കാൻ കഴിയില്ല. കാരണം ലോട്ടറി വിൽപ്പനയല്ല നടത്തുന്നത്. പക്ഷേ തേയിലപ്പൊടിയുടെ പുറകിൽ ബോച്ചെ നടത്തുന്നത് ലോട്ടറി കച്ചവടമാണെന്ന് സംസ്ഥാന ലോട്ടറി വകുപ്പിന് ബോധ്യപ്പെടുകയും സംസ്ഥാന സർക്കാരിനെ ഇത് അറിയിക്കുകയും ചെയ്തു. സർക്കാർ ലോട്ടറിയുടെ കൂടെ ബോച്ചെ ലോട്ടറി നൽകാൻ സംസ്ഥാന സർക്കാരിനെയും ബോച്ചെ സമീപിച്ചിരുന്നെന്നും എന്നാൽ സർക്കാർ ബോച്ചയുടെ പ്രപ്പോസൽ തള്ളിക്കളഞ്ഞെന്നും സംസ്ഥാന ലോട്ടറി വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥ വൈറ്റ്സ്മാൻ ന്യൂസിനോട് പറഞ്ഞു. ബോബി ചെമ്മണ്ണൂര് ബോച്ചെ ടീ എന്ന് പറഞ്ഞിട്ട് ഡെയിലി ഒരു നറുക്കെടുപ്പ് പരിപാടി നടത്തുന്നുണ്ട്. 10 കോടി രൂപ ഡെയിലി കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അത് ലീഗലി ശരിയാണോ അത് ചെയ്യുന്നത്? അല്ല, ലീഗലി ചില ആളുകൾ ക്യാഷ് വാങ്ങാതാണ് ഈ കൂപ്പൺ കൊടുത്ത് ചെയ്യുന്നത്. നമ്മുടെ ഇവിടെ സ്വർണ്ണക്കടയിലൊക്കെ ചില സമയത്ത് ഇങ്ങനെ ചെയ്തു വരുന്നത് നമ്മൾ ചെറിയ നിയന്ത്രിച്ച് പോകുന്നു. പക്ഷെങ്കിൽ റൂള് കുറച്ചും കൂടി ശക്തമാക്കേണ്ടതുണ്ട്. അതിനുള്ള നടപടി നമ്മൾ ചെയ്തു വരുന്നുണ്ട്. അല്ല, ഇത് 40 രൂപയുടെ, അതായത് ഇപ്പൊ കേരള ലോട്ടറിയുടെ 40 രൂപയാണ്. പക്ഷെ 40 രൂപയുടെ ഒരു 100 ഗ്രാം ചായപ്പൊടി കൊടുക്കുന്നു. അതിന്റെ കൂടെ പിന്നെ ഒരു കൂപ്പൺ കൂടെ കൊടുക്കുന്നു ഡെയിലി നറുക്കെടുപ്പിലാണ്. അപ്പൊ അത് ശരിക്ക് 10 ലക്ഷം മാത്രമല്ല മാഡം, 10 ലക്ഷം മാത്രമല്ല 1 കോടി രൂപ താഴോട്ടുണ്ട്. അപ്പൊ അതൊരു പാരലൽ ലോട്ടറി സംവിധാനമല്ലേ? ഓൺലൈൻ ഗെയിം ആണ്. അതെ, നമ്മുടെ ലോട്ടറിയുടെ അതേ ലെവലിലാണ് വരുന്നതെങ്കിലും നമുക്കുള്ള നിയമം കുറച്ചും കൂടി ഇതാണെങ്കിൽ, കാരണം ഇയാളെ ഒക്കെ ആവുമ്പോൾ ആ വിധത്തിൽ നമ്മളത് മുന്നോട്ട് കൊണ്ടുപോയാലല്ലേ പറ്റുള്ളൂ. കാരണം ഇയാളപ്പൊ ഹൈക്കോടതിയിൽ കൊണ്ടുപോയി വാങ്ങുന്നതിന് നമ്മളൊരു നിയമം കുറച്ചും കൂടി ഇതാക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ. അപ്പൊ അതുവരെ ഇദ്ദേഹം ഇത് തുടർന്ന് കൊണ്ടുപോയില്ലേ? ഇതിന് അധികം അല്ല, നമ്മളത് അതിന് മൂവ് ചെയ്തു. ഇതെല്ലാം അന്ന് തന്നെ മിനിസ്റ്റർ ഓഫീസിലെ ശ്രദ്ധയിലും ഡയറക്ടർ ശ്രദ്ധയിലും പെട്ടിട്ടുണ്ട്. അവരെ ആലോചിച്ചിട്ടാണ് കാര്യങ്ങൾ ഇപ്പം മുന്നോട്ട് പൊക്കോണ്ടിരിക്കുന്നത്. നിലവിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 40 രൂപ കൊടുത്തിട്ട് ഓൺലൈൻ വാങ്ങിക്കുന്ന കുറെ ആൾക്കാർ, അല്ലാതെ അവരുടെ ഷോപ്പുകളിലൊക്കെ ആളുകൾ ക്യൂ നിന്ന് വാങ്ങിക്കുന്നു. ഈ സാധനം കിട്ടാനില്ല. ഓൺലൈനായിട്ട് വാങ്ങണോ? അതെ, കിട്ടാനില്ല. അത്രയും ഡിമാൻഡായി. ഇതൊരു ലോട്ടറി സംവിധാനം ആ ഒരു കൺസെപ്റ്റിന് മാത്രമാണ് ഇവരിത് കൊണ്ടുപോകുന്നത്. അതെ, അല്ല പുള്ളി എനിക്കൊന്ന് നേരത്തെ ഇവിടെ വേറെ ലോട്ടറി
ഇതിന്റെ കൂടെ കൊടുക്കാൻ വേണ്ടി എന്നെ സമീപിക്കുകയൊക്കെ ചെയ്തു. അതൊന്നും ഇവിടെ അനുവദിച്ചില്ല. എന്തു തന്നെയായാലും ബോച്ചെ ലോട്ടറിക്കെതിരെ ഉടൻ തന്നെ ഒരു നടപടി സ്വീകരിച്ചില്ലെങ്കിൽ സർക്കാർ ഖജനാവിന്റെ പ്രധാന വരുമാനമായ കേരള ഭാഗ്യക്കുറിക്ക് ഒരു താഴും താക്കോലും വാങ്ങേണ്ടി വരുമെന്നതിൽ യാതൊരു സംശയവുമില്ല.